സ്വർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇസ്രായേലിൽ ദൈവത്തിൻ്റെ നാടാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ യഹൂദന്മാർ അവരുടെ പോക്കും പ്രവൃത്തിയുമൊക്കെ വേറൊരു രീതിയാണ്. ജാതികളുമായിട്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് യാതൊരു ഇടപാടും ഇല്ലാതെ ഞങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് അവർ. പക്ഷെങ്കിൽ പിതാവായ ദൈവം ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ലോകത്തുള്ളവരെല്ലാവരും എല്ലാ മനുഷ്യരും ഒന്നാകണം, എല്ലാവരും ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലെത്തണം, എല്ലാവരും ഇസ്രായേലിൻ്റെ പൗരത്വം പ്രാപിക്കണം, ഈ ദൈവരാജ്യത്തെല്ലാവരും കടക്കണം എന്നുള്ളതാണ് പിതാവിൻ്റെ പദ്ധതി. ആ പദ്ധതി ഈ ഇസ്രായേലിൽ ദൈവരാജ്യത്തോട്ട് കടക്കണം എന്നുള്ള ആ പദ്ധതി പുത്രനിലൂടെ ലോകത്തിന് നൽകി. പുത്രനെ 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷം പിതാവ് പുത്രനോട് പ്രവർത്തിച്ച് പല കാര്യങ്ങളും ചെയ്തു. രോഗികളെയൊക്കെ സൗഖ്യമാക്കി, ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി, മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചു. പലതും ആ ഇസ്രായേലിൽ തന്നെ കാണിച്ചു കൊടുത്തു. ലോകത്തിൽ പാപികളായിരിക്കുന്നവർക്കൊരു രക്ഷ ആ ഇസ്രായേലിലോട്ട് കടക്കുവാൻ, ആ ദൈവരാജ്യത്ത്, ആ ദൈവം സ്ഥാപിക്കുന്ന ആ അന്ത്യകാലത്തെ ആ നിത്യത, ആത്മാവിനെ കളയാതെ ആ നിത്യജീവൻ പ്രാപിക്കണം എല്ലാവരും. ആ ഒരു പദ്ധതിയായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. ആ ഇഷ്ടം പാപികളായിരുന്ന ലോകത്ത് ഏത് പാപം ചെയ്യുന്നവർക്കും കർത്താവിൻ്റെ ക്രൂശീകരണത്താൽ ആ പിതാവിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു. കാര്യം സൃഷ്ടാവായ ദൈവം, ഏകസത്യ ദൈവമാണ് ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഈ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ ഒരാൾ വേണമല്ലോ. ദൈവത്തെ വെളിപ്പെടുത്താനും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുമൊക്കെയായി മനുഷ്യൻ തന്നെ പ്രവർത്തിക്കണം. കാര്യം ദൈവം ആത്മാവാണ്. ആത്മാവാൻ ദൈവം ഇറങ്ങി നേരിട്ട് വന്ന് ഞാൻ ദൈവമാണ്, എന്നിൽ വിശ്വസിക്കൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനായി പുത്രൻ മനുഷ്യപുത്രനായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യപുത്രനായി തന്നെ ഭൂമിയിൽ വന്നു. ഭൂമിയിൽ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു, പലതും ചെയ്തു. ഒടുവിൽ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ക്രൂശീകരണം നടന്നു. പാപമില്ലായിരിക്കെ പാപികളുടെ ഇടയിൽ പ്രവർത്തിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ പ്രവർത്തനങ്ങളും ഒക്കെ. അപ്പോൾ ഈ ക്രൂശീകരണത്തിൽ ലോകത്തുള്ള ഏതു മനുഷ്യനും പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇനിയും ആ യഹൂദ ഗോത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവർക്കും അവസരം കിട്ടി. കാര്യം ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവരും എല്ലാം ജാതികളായിട്ടുള്ള ആൾക്കാരാണ്, പുറം ജാതികളാണ്. യഹൂദന്മാരാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രകാരം ദൈവം നിശ്ചയിച്ച ആൾക്കാരാണ് അവർ വഴിയാണ് ഈ വചനങ്ങൾ തന്നിരിക്കുന്നതും കൊടുത്തിരിക്കുന്നതും എല്ലാം. അതിന് ആൾക്കാർ വേണമല്ലോ. ദൈവത്തെ അറിയുവാനും വെളിപ്പെടുത്താനും ഒക്കെ ദൈവം തന്നെ വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം മനുഷ്യരെ എടുത്ത് ആ പ്രവാചകന്മാർ മുഖാന്തരമൊക്കെയാണ് വചനങ്ങളും പരിശുദ്ധാത്മാവിനാൽ കൊടുത്തിരിക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ക്രൂശീകരണം കഴിഞ്ഞതിനോടുകൂടി ലോകത്തിൽ മൊത്തം ഒരു രക്ഷയായി.
ഏത് മനുഷ്യനും ഈ ഇസ്രായേലി ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ അവസരം നൽകി. ഈ ക്രൂശീകരണം നടക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിലും കർത്താവിന് പിന്മാറ്റുവാനുമൊക്കെയായി പല പ്രവർത്തനങ്ങളും നടന്നു. പിശാചിന് മനസ്സിലായി ലോകത്തിൽ ഈ ക്രൂശീകരണം നടന്നു കഴിഞ്ഞാൽ അവൻ്റെ പദ്ധതി പൊളിയും, പലരും ഈ ദൈവരാജ്യത്ത് കടക്കും, ഈ നിത്യത ഉണ്ടെന്നും ആത്മാവുണ്ടെന്നും ഒക്കെ അവനറിയാം പിശാചിന്. അപ്പോൾ ഈ പദ്ധതിയിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി കർത്താവിനെ പത്രോസ് വഴി വരെ പറയിപ്പിച്ചതാണ്. നിനക്കിത് സംഭവിക്കല്ല, ഇങ്ങനെയൊന്നും ക്രൂശീകരണം സംഭവിക്കല്ലെന്ന് പറഞ്ഞതാണ്. കർത്താവ് എന്ത് പറഞ്ഞു? പിശാചെ പോ, എന്നെ വിട്ടു പോകാനാണ് പറഞ്ഞു. അപ്പം ഈ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും ഒരു രക്ഷ കിട്ടുവാൻ വേണ്ടിയാണ്, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി. അപ്പം ക്രൂശീകരണം ക്രൂശീകരണത്തിൽ തന്നെ ആ ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ മനുഷ്യർ പരിഹസിക്കുകയായിരുന്നു കർത്താവിനെ. സകലതും ചെയ്ത് മരിച്ചവരെ വരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഈ പുള്ളി ഈ ക്രൂശിന്മേൽ കിടക്കുന്നത് തന്നെത്താൻ രക്ഷിക്കാൻ പോലും കഴിവില്ലാത്തവനാണ് എന്നൊക്കെ പരിഹസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്രൂശീകരണം കഴിഞ്ഞതിനോടുകൂടി സകലതും ഒന്നായി. അതിന് യഹൂദന്മാരിൽ മാത്രം വിചാരിച്ചിരുന്ന പദ്ധതിയും പൊളിഞ്ഞു, ലോകത്തിന് രക്ഷയായി. എല്ലാ ആൾക്കാർക്കും ഈ ക്രൂശീകരണം കഴിഞ്ഞതിനോടുകൂടി ആ തിരശ്ശീല രണ്ടായി പിളർന്നു, ആ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇനി ഒരേ ആത്മാവിനാൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും തന്നെ അത് സാധ്യമായി. പക്ഷെങ്കിൽ ഇതാരും മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നോ അല്ലെങ്കിൽ ക്രൂശീകരണം എന്താണെന്നോ ഇതെല്ലാം പഴയ നിയമത്തിൽ തന്നെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തിയ സംഭവങ്ങളാണ്. ഈ ക്രൂശീകരണം അത് നിവർത്തിയായി. അതോടുകൂടി ഏതു മനുഷ്യർക്കും ആ പൗരത്വം, ആ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം കിട്ടി. ആ ആത്മാവ് ദൈവത്തെ അറിയുന്നവർക്ക് ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടും, സകലതും വെളിപ്പെട്ട് കിട്ടും. ആ രക്ഷ കളയാതെ ആര് തന്നെ ഈ ലോകത്തിൽ പാപികളായി ജീവിക്കുന്നു എന്ന് പറയാതെ ഈ രക്ഷയിലേക്ക് കടന്നു വരിക, ഈ ആ പുത്രനിൽ വഴി തന്നിരിക്കുന്ന വചനത്തെ സ്വീകരിച്ച് ആ രക്ഷയിലേക്ക് കയറുക. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മാനസാന്തരം ഒരിക്കലും കിട്ടത്തില്ല, ഈ രക്ഷ കിട്ടത്തില്ല. ഈ ലോകത്ത് പലതും പിടിച്ചടക്കി ജീവിക്കാമെന്ന് കരുതി ലോകപ്രകാരം ജീവിക്കുന്ന മണ്ടത്തരത്തിലോട്ട് പോകാതെ ഈ കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കുക. കാര്യം മരണപ്പെട്ട് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതെന്താണെന്ന്. ആത്മാവിനാൽ വെളിപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തിൽ എന്തെല്ലാം നന്മകളുണ്ടെങ്കിലും ഈ ലോകത്തു നിന്ന് ഇഷ്ടയിച്ച് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മരണപ്പെടുന്നതിന് മുമ്പേ കർത്താവിനെ അറിയുവാൻ ശ്രമിക്കുക. അപ്പോസ്തലനായ പൗലോസ് വഴി ഈ മറഞ്ഞിരുന്ന മർമ്മങ്ങളെ, അനാദികാലങ്ങളിൽ തൊട്ടേ മറഞ്ഞിരുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതെടുത്ത് വെച്ച് പ്രസംഗിച്ച് അത് മനസ്സിലാക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പൗലോസ് അപ്പോസ്തലൻ്റെ മർമ്മങ്ങൾ പലതും ഗ്രഹിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അത് കാരണം പലരും അത് വായിച്ച് ആ വചനത്തെ കോട്ടിക്കളയും എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഈ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന വചനങ്ങളെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. ലോകത്തിൽ വെച്ചുള്ള അറിവോ ജ്ഞാനമോ ഒക്കെ വെച്ച് ഇത് പഠിച്ച് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ജീവനുള്ള വചനമാണ്, സത്യവചനമാണ്. സത്യം ഉണ്ടെങ്കിൽ മാത്രമേ, സത്യത്തിൽ കൂടെ നടന്നെങ്കിൽ മാത്രമേ, ദൈവാത്മാവിനാൽ നടന്നെങ്കിൽ മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അതും ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്?
ഈ ഒരു മർമ്മം പുത്രനിൽ കൂടെ തന്നിരിക്കുന്ന ഈ രക്ഷ പുത്രൻ മുഖാന്തരം നമുക്ക് ആ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കുവാനാണ് നമുക്ക് തന്നിരിക്കുന്ന ആ മർമ്മം എന്ന് പറയുന്നത്. അതിനെ കളയാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ഏതു മനുഷ്യനും, ക്രിസ്ത്യാനികളായാലും കൊള്ളാം, ഏത് മനുഷ്യനായാലും കൊള്ളാം, ക്രിസ്ത്യാനികൾക്കും ഈ രക്ഷ ശരിക്കും മനസ്സിലായിട്ടില്ല. കാര്യം ഈ ദൈവിക സ്വസ്ഥതയുണ്ട്, ദൈവത്തിൻ്റെ സ്വസ്ഥത. പിതാവായ ദൈവം സീനായി മലയിൽ 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ 10 കൽപ്പനയിൽ 4-ാം കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവസ്വസ്ഥതയാണ്, ദൈവിക സ്വസ്ഥത. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഇത് ദൈവത്തിൻ്റെ മുദ്രയാണ്, അല്ലെ ദൈവത്തിൻ്റെ അടയാളമാണ്. ഈ ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം, ഈ ശബത്ത് എന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഇതിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ലോകപ്രകാരം ജീവിച്ചാൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ലോകത്തിൻ്റെ നന്മകളൊക്കെ അനുഭവിച്ച് ലോകപ്രകാരം ജീവിച്ചാൽ ഈ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ദൈവം ഇസ്രായേലിൽ വെളിപ്പെട്ട് വന്ന ദൈവം ആ ഇസ്രായേലിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഏതു മനുഷ്യനും, ഈ ലോകത്തിലുള്ള എല്ലാവരും ഈ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ശബത്തെന്ന സ്വസ്ഥത ഇത് അന്ത്യകാലത്ത് എനിക്ക് വെളിപ്പെട്ട് വന്ന ഈ വചനത്തെയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഈ രക്ഷയിൽ എത്തണമെന്നാണ്. ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, ആരായാലും. കർത്താവ് നൽകിയിരിക്കുന്ന ഈ സ്വസ്ഥത എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുദ്രയാണ്, ദൈവത്തിൻ്റെ അടയാളമാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് ബോധം വരണമെന്നുണ്ടെങ്കിൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഈ ലോകത്തൊരു ദൈവമുണ്ട്, അവന് എല്ലാം സാധിക്കും. അവൻ രോഗം വരുത്താനും കഴിയും, രോഗങ്ങൾ കൊണ്ടുവരാനും രോഗങ്ങൾ സൗഖ്യമാക്കുവാനും അവൻ്റെ തന്ത്രം വലുതാണ്. അവനെ പണ്ട് കാൽവറിയിൽ ദൈവപുത്രൻ കണ്ടം വഴി ഓടിച്ചതാണ്. ഇപ്പോഴവന് ആയുധമില്ല, അവൻ്റെ തന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കണമെങ്കിൽ ശബത്തെന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കണം. അത് ശനിയാഴ്ച ദിവസമാണ്. ഈ വചനങ്ങൾ പറയുമ്പോൾ 4 വശത്തൂടെയും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. കാര്യം ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളാണ്. എന്നാലും ഏത് പ്രശ്നം വന്നാലും ഞാൻ ഈ വചനത്തെ വിളിച്ചു പറയും. ഈ വചനത്തിൻ്റെ സത്യം, ഈ നിത്യജീവൻ്റെ സത്യമാണിത്. ആത്മാവിനെ കളയാതെ നിത്യജീവനുണ്ടെന്ന്. പലർക്കും ഇതൊന്നും മനസ്സിലാകത്തില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ പിശാചിൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ ഈ ലോകത്തെ നന്മകൾ അനുഭവിച്ച് പോകുമ്പോൾ മനസ്സിലാകത്തില്ല എന്താണ് ഇതിൻ്റെ മർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാകത്തില്ല. മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സകലതും വെടിഞ്ഞ് കർത്താവിൽ ആശ്രയം വെക്കണം. എന്ത് തിന്നും, എന്ത് കുടിക്കും, അല്ലെ എങ്ങനെ ജീവിക്കും, പിള്ളേരുടെ ഭാവി എന്താകും, മറ്റു പല ജാതി കാര്യങ്ങൾ മനസ്സിൽ കയറി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല. ലോത്തിൻ്റെ ഭാര്യ പുറമോട്ട് നോക്കിയപ്പോൾ ഉപ്പ് തൂണായി പോയതെന്ന് പറഞ്ഞ പോലെ ഈ നിത്യജീവൻ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുവാനാണ് എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ശബത്തെന്ന അടയാളം, ഈ മുദ്ര പ്രാപിക്കുക തന്നെ വേണം. ഇതില്ല, ഇത് മാറിപ്പോയി എന്നൊക്കെ പഠിപ്പിക്കുന്നവർ അവരുടെ ഉള്ളിൽ ഏത് ആത്മാവാണെന്ന് അവർ തന്നെ പരിശോധിച്ച് നോക്കുക. ഈ ശബത്തിൽ പ്രവേശിച്ച ആൾക്കാർ തന്നെ എന്നെ പിന്തിരിപ്പിക്കാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കഴിഞ്ഞു പോയതാണെന്ന്. പക്ഷെങ്കിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വചനം ഇസ്രായേലിൽ നിന്നും കേട്ട വചനമാണ്. ഈ വചനം ഇനി ഇസ്രായേലിൽ നിന്നും ഒരു സഹോദരിയാണ് ഈ ശബത്തുണ്ടെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ സഹോദരി തന്നെ വന്നിരുന്ന് പറയുക ശബത്തില്ല, ഇതിനെ ഒന്നും ഫോളോ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ തീരുമാനത്തിന് മാറ്റം വരത്തില്ല.
അത് ഇനി മേളിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നാലും എൻ്റെ തീരുമാനത്തിന് മാറ്റം തരത്തില്ല. പൗലോസപ്പസ്വലൻ പറയുന്നുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച ഈ വചനം ഞങ്ങളാകട്ടെ ഒരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ ഇതിന് മാറ്റം വരത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞാൽ പറഞ്ഞതുപോലാണ്. ഒന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരത്തില്ല. ഈ വചനത്തെ സ്വീകരിക്കുക. നിത്യജീവനാണ് വേണ്ടിയതെങ്കിൽ ആത്മാവിനെ കളയാതെ ഈ വചനത്തെ സ്വീകരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് എല്ലാവരെയും കണ്ണുകളെ തുറക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.